2025-26 സീസൺ ലാലിഗ ചാമ്പ്യൻസ് FC ബാർസിലോണ, അതും ചരിത്രത്തിലാദ്യമായിട്ട് എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് ലാലിഗ ട്രോഫി ഉയർത്താനുള്ള ഭാഗ്യം ബാർസിലോണയ്ക്ക് കൈവന്നിരിക്കുകയാണ്. ഇന്നത്തെ ആ ഒരു മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11 എടുത്ത് വെച്ച് നിങ്ങൾ നോക്കിക്കോ. 7 പ്ലെയേഴ്സ് ലാമാസിയ ഗ്രാജുവേറ്റ്സാണ്, ഇൻക്ലൂഡിങ് ഡാനി ഓൾമോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലെ ബാർസിലോണയുടെ ടോട്ടൽ സ്പെൻഡിങ് മാർക്കസ് റാഷ്ഫോർഡ്, ജോൻ ഗാർസിയ, റൂണി ബാഗ്ജി, അതുപോലെ തന്നെ ജാവോ ക്യാൻസലോ, ഇവർക്ക് വേണ്ടിയൊക്കെ ബാർസിലോണ ഈ ഒരു സീസണിന് മുന്നേ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്പെൻഡ് ചെയ്തത് വെറും 31.5 മില്യൺ യൂറോസ്. തൊട്ടപ്പുറത്ത് റയൽ മാഡ്രിഡ്, ഡീൻ ഹ്യൂജ്സൺ, അൽവാരോ കരേറാസ്, ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡ്, ഫ്രാങ്കോ മസ്താന്തുവനോ, ഇവർക്ക് വേണ്ടിയൊക്കെ റയൽ സ്പെൻഡ് ചെയ്തത് 164.5 മില്യൺ യൂറോസാണ്. ഇനി നമ്മൾ ആ ഒരു ലാലിഗ ടേബിളിലേക്ക് നോക്കുക. 1ാം സ്ഥാനത്തുള്ള ബാർസിലോണയും 2ാം സ്ഥാനത്തുള്ള റയലും തമ്മിൽ 14 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് 35 മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ബാർസിലോണയ്ക്ക് സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനുള്ള ഒരേ ഒരു കാരണക്കാരൻ ഹാൻസി ഫ്ലിക്ക് തന്നെയാണ്. അപ്പം ഹാൻസി ഫ്ലിക്കും ബാർസിലോണയുടെ പ്ലെയേഴ്സും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് നമ്മൾ പിച്ചിൽ തന്നെ നമുക്കറിയാം. പലപ്പോഴും റഫീഞ്ഞയും ഈ ഒരു ഹാൻസി ഫ്ലിക്കും തമ്മിലുള്ള സംസാരങ്ങളും അവരുടെ ബോഡി ലാംഗ്വേജും ഒക്കെ. അപ്പോൾ ഇന്നാണെങ്കിലും ഹാഫ് ടൈമിൽ ഫെർമിനും ഹാൻസി ഫ്ലിക്കും തമ്മിലുള്ള സംസാരവും, അത് മാത്രമല്ല പലപ്പോഴും പല പ്ലെയേഴ്സിനും ഗാവിയൊക്കെ സബ് ചെയ്ത് ഗാവി തിരിച്ച് ബെഞ്ചിലോട്ട് വരുമ്പോഴത്തേനും ഹാൻസി ഫ്ലിക്കും ഗാവിയും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻസും ഒക്കെ ശരിക്കും ഒരു കോച്ചും പ്ലെയേഴ്സും ഉള്ളതിലൊക്കെ ഉപരി ശരിക്കും ഹാൻസി ഫ്ലിക്ക് ഈ പ്ലെയേഴ്സിനെയൊക്കെ ഒരു അച്ഛൻ മകൻ ആ ഒരു ബന്ധത്തിൻ്റെ രീതിയിലാണ് പലരെയും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ടീമിനെ മാനേജ് ചെയ്ത് സക്സസ്സിലേക്ക് എത്തിക്കാൻ ഹാൻസി ഫ്ലിക്കിന് പറ്റുന്നുണ്ട്. ടീമിലെ പ്ലെയേഴ്സ് ആണെങ്കിലും പുള്ളിക്ക് വേണ്ട ആ റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇന്നാണേലും ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വല്ലാത്ത ഒരു ദിവസമായിരുന്നു. കാരണം ഹാൻസി ഫ്ലിക്കിൻ്റെ അച്ഛൻ മരിച്ച ആ ഒരു വിഷമവും പ്രയാസമായിട്ടാണ് പുള്ളി ലാലിഗ ട്രോഫി ഉയർത്തുന്നത്. ഒന്ന് മനസ്സ് തുറന്ന് പുള്ളിക്ക് ഒന്ന് ചിരിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇന്നില്ലായിരുന്നു. ഗോളുകളൊക്കെ അടിക്കുമ്പോൾ, ഓരോ ഗോൾ അടിക്കുമ്പോഴും ബാർസയുടെ പ്ലെയേഴ്സ് വന്നിട്ട് പുള്ളിയുടെ ഗോളെ സെലിബ്രേറ്റ് ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് റയൽ മാഡ്രിഡിനെ നോക്കിയാൽ അവിടെ നിസ്സഹായനായ ആർബിലോയെ നമുക്ക് കാണാം. ആരെങ്കിലും സബ് ചെയ്യാൻ പറ്റുമോ? വിനീഷ്യസ്, എംബാപ്പെ, ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊന്നും പുള്ളി ജീവിതത്തിൽ സബ് ചെയ്തിട്ടില്ല. പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ ചെവി പൊട്ടുന്ന ചീത്ത അവന്മാർ പുള്ളിയുടെ മുഖത്ത് നോക്കി വിളിക്കും. ബെല്ലിംഗാം അല്ലെങ്കിൽ കാമവിംഗ വരെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഈ ഒരു കോച്ചിനെ നേരെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല പ്ലെയേഴ്സും അച്ചടക്ക ലംഘനം കാരണം ടീമിന് പുറത്ത് ഇരിക്കുന്ന സാഹചര്യം. ഇവന്മാരുടെ ഈ ഒരു ഈഗോ തകർക്കാൻ വേണ്ടി തന്നെയാണ് പാപ്പ പെരസ് ആ ഒരു ജോസെ മൗറിഞ്ഞോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു സംസാരവും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തി പുള്ളിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഈഗോയുടെ കാര്യത്തിൽ ഇവന്മാരുടെ അപ്പനാണ് ജോസെ മൗറിഞ്ഞോ. ഒന്നുകിൽ ഇവന്മാർ രക്ഷപ്പെടും, അല്ലെങ്കിൽ ജോസെ മൗറിഞ്ഞോയുടെ ഈഗോയ്ക്കൊക്കെയുള്ള ഒരു തീരുമാനം ഇവന്മാരാക്കി കൊടുക്കും. അപ്പോൾ ജോസെ മൗറിഞ്ഞോ ഒക്കെ ആയിട്ടുള്ള ചർച്ചകളിൽ ജോസെ മൗറിഞ്ഞോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഫുൾ കൺട്രോൾ വേണം, ഇതിൽ ഏത് പ്ലെയറിനെ സെലക്ട് ചെയ്യണം, ആരെ ബെഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും, അല്ലാതെ ഹയറാർക്കിയിൽ നിന്ന് അങ്ങനത്തെ ഓർഡറുകളും കാര്യങ്ങളൊന്നും നടത്താനാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട. എനിക്ക് പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലും എനിക്ക് സേവ് വേണം, അതേപോലെ തന്നെ ടീം സെലക്ഷൻ്റെ കാര്യത്തിലും സേവ് വേണം. അങ്ങനെ ടോട്ടൽ കൺട്രോൾ, ഡ്രസ്സിംഗ് റൂമിന് മുകളിലൊരു ഒരു കൺട്രോൾ കൊണ്ടുവരാനാണ് ജോസെ മൗറിഞ്ഞോ ആഗ്രഹിക്കുന്നത്. ആ ഒരു കൺട്രോൾ കൊടുത്താൽ മാത്രമേ പുള്ളി വരത്തുള്ളൂ എന്നാണ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മത്സരത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗോളുകൾ, റാഷ്ഫോർഡിൻ്റെ വണ്ടർ ഫ്രീ കിക്ക് ഗോള്, ആ ഒരു ഗോള് കണ്ടിട്ട് നിങ്ങൾ ബാർസിലോണ ഫാൻസിന് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാൻ തോന്നുന്നില്ലേ? ഈ ഒരു സീസണിൽ ഇതുവരെ ബാർസയ്ക്ക് വേണ്ടി റാഷ്ഫോർഡ് 14 ഗോള് 11 അസിസ്റ്റ്, 25 ജിയാൻ്റെയാണ് പുള്ളി. ഒരു സ്ക്വാഡ് പ്ലെയറായിട്ട് വന്ന് ലോണിൽ കളിക്കുന്ന പ്ലെയറിൻ്റെ സംഭാവന. എന്നിട്ടും പലരുടെയും അഭിപ്രായം റാഷ്ഫോർഡ് പോരാ, റാഷ്ഫോർഡ് ബാർസയുടെ സ്റ്റാൻഡേർഡിന് പോരാ എന്നാണ് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ സീസണിൽ 62 മില്യൺ യൂറോസിന് സൈൻ ചെയ്യാൻ നിന്നിരുന്ന നിക്കോ വില്യംസ് ഈ സീസണിൽ 6 ഗോളും 7 അസിസ്റ്റും ഒക്കെയാണ് നേടിയിരിക്കുന്നത്. എന്തുകൊണ്ടും നിങ്ങൾക്ക് പറ്റിയ പ്ലെയറാണ് റാഷ്ഫോർഡ്.
അതുകൊണ്ട് അത് മാത്രമല്ല, സ്ക്വാഡ് പ്ലെയറായിട്ട് അവൻ കളിക്കാൻ തയ്യാറാണ്. അവന് ഒരു ഡിമാൻഡും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, യാതൊരു നിങ്ങളുടെ സ്ക്വാഡിൻ്റെ ഹാർമണിക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ വളരെ മാന്യനായിട്ട് ഇവിടെ വന്ന് ഗോളുകൾ സ്കോർ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഗോൾ സ്കോർ ചെയ്ത് നിങ്ങളെ സഹായിക്കുന്ന പ്ലെയർ. 30 മില്യൺ യൂറോസിന് നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിനെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം റാഷ്ഫോർഡ് പല സമയത്തും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന പല ഡിസിഷൻ മേക്കിംഗ് റാഷ്ഫോർഡിൻ്റെ ഭാഗത്തുനിന്ന് കാണാറുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിലും ഫസ്റ്റ് ടച്ച് മോശം, ചിലപ്പോൾ വേണ്ട സമയത്ത് കട്ട് ബാക്ക് കൊടുക്കാറില്ല. ഇന്നും കണ്ടും കട്ട് ബാക്ക്, ഫസ്റ്റ് ടച്ച്, 1v1 ഗോൾ കീപ്പറുമായിട്ട് വരുമ്പോഴത്തേനും ഫിനിഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ക്രോസ് കൊടുക്കാനുള്ള പ്രശ്നം, മര്യാദയ്ക്ക് ക്രോസ് കൊടുക്കത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പല മത്സരത്തിലും നിങ്ങൾക്ക് വേണ്ടി വന്നിറങ്ങിയിട്ട് ആ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. അത് കണക്കിലെടുക്കുക, കാശ് തരിക, സൈൻ ചെയ്യുക. അപ്പം നിങ്ങൾ സൈൻ ചെയ്തില്ലെങ്കിലും യുണൈറ്റഡ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് നല്ല ഫീസിൽ അറ്റ്ലീസ്റ്റ് 30 മില്യൺ യൂറോയ്ക്ക് എന്താണെങ്കിലും പുള്ളിയെ വിൽക്കാൻ നമുക്ക് പറ്റും. പിന്നെ രണ്ടാമത്തെ ഗോളിൽ ആ ഒരു ഓൾമോയുടെ ആ ഒരു ബാക്ക് ഹീൽ അസിസ്റ്റ്, ഫെറാൻ ടോറസിൻ്റെ ഫിനിഷ്, ബുള്ളറ്റ് ഫിനിഷാണ്. ഈ 2 ഗോൾ ശരിക്കും ബാർസ സ്കോർ ചെയ്താൽ പോരാ. ബാർസ ഗോളുകൾ സ്കോർ ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണക്കാരൻ തിബോ കോർത്തുവ എന്ന് പറയുന്ന മനുഷ്യനാണ്. ലുണിനായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ 2 ഗോളുകളും കൂടെ ബാർസയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ റയൽ ഇത്രയും മോശമായിരുന്നെങ്കിലും പലപ്പോഴും ബാർസയുടെ ആ ഒരു ഡിഫൻസിലുള്ള ആ ഒരു വീക്ക്നെസ്സിനെ ടെസ്റ്റ് ചെയ്യാൻ റയലിന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാർസ എന്താണെങ്കിലും ഡിഫൻസിൽ അപ്ഗ്രേഡ് അടുത്ത സീസണിൽ വരുത്തിയേ പറ്റത്തുള്ളൂ. നല്ല 2 സൈനിങ്സ്, ഫിസിക്കാലിറ്റി അതുപോലെ തന്നെ റിക്കവറി പേസ് ഉള്ള ഡിഫൻഡേഴ്സിനെ, ബാസ്തോണി, സെനസി പോണക്കത്തെ ഡിഫൻഡേഴ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ബാർസ ശ്രമിക്കണം. കൂട്ടത്തിൽ തന്നെ ആ ഒരു വിങ്ങിൽ റാഷ്ഫോർഡിനെ സൈൻ ചെയ്യുക, സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കിയെ മാറ്റിയിട്ട് നല്ലൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ് ഇത്രയും സൈനിങ്സ് നടത്തണം. ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ടാർഗറ്റ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഹാൻസി ഫ്ലിക്കിൻ്റെയും ടീമിൻ്റെ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗാണ്. അപ്പം സ്ക്വാഡിൽ ഇത്തരം ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അപ്പുറത്ത് റയലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റയലിലും റൈറ്റ് വിങ്ങിലെ പ്ലെയർ, ഡിഫൻസിലെ പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യണം. അവർക്കൊരു കാശെന്ന് പറയുന്നത് അവരുടെ ഒരു പ്രശ്നമല്ല. ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. കോച്ചിനെ കൊണ്ടുവരുന്നു, ജോസെ മൗറിഞ്ഞോ എല്ലാം കൊണ്ടുവന്ന് ക്ലബിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയായിരിക്കും പാപ്പാ പെരസ് അടുത്ത സീസണിൽ ശ്രമിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം മാച്ചിനെ പറ്റിയും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം പിന്നെ കമൻസായിട്ട് ഇടാൻ പറ്റുന്നില്ല. വീഡിയോ ആണ്. ബൈ.